ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നൈറ്റി ബിറ്റ് കൊണ്ട് ഒരു ടോപ്പ് തയ്ക്കാം. അതിനായിട്ട് 3 മീറ്റർ ഒരു നൈറ്റി ബിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷർട്ട് കോളർ തയ്ക്കാം. ലെന്ത് 47 ഇഞ്ചും ഷോൾഡർ 7.5 ഇഞ്ചും ചെസ്റ്റ് വന്നിട്ട് ഒരു 11.5 ഇഞ്ചും എടുക്കണം. വേസ്റ്റ് ലെന്ത് 10.5, ആം ഹോള് 7.5 ഇഞ്ച് എടുക്കണം. ആ സൈഡും അപ്പുറത്തെ സൈഡും ലെവലാക്കണം. 7.5 ഇഞ്ച് തന്നെ അവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഒരു രണ്ടും ലെവലാണോ എന്ന് നോക്കണം. നോക്കിയിട്ട് 2 പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കണം. ഇവിടെ ഇരുന്ന് 1.5 ഇഞ്ച് മേൽപോട്ട് എടുക്കണം. ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുക. 10ഉം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് എടുക്കണം. നെക്ക് വിട്ട് അടയാളപ്പെടുത്തുക. ഷോൾഡർ സ്ലോപ്പിൽ 1/2 ഇഞ്ച് ഇട്ടിട്ട് ഷോൾഡർ സ്ലോപ്പ് എടുക്കണം. ആം ഹോൾ റൗണ്ട് 9 ഇഞ്ചാണ്, അത് വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ആ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കണം. ആം ഹോൾ റൗണ്ട് ആ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കണം. ആം ഹോൾ റൗണ്ട് 9 ഇഞ്ചാണ്, അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേസ്റ്റ് ലെന്ത് 14.5 എടുക്കുക. ഞാനിവിടെ 14.5 എടുക്കുന്നത്. ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ഇട്ട് ലെന്ത് 47 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനും ഇടും. രണ്ട് സൈഡും ഒരേപോലെ ലെവലായിട്ട് എടുക്കണം. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. അതിനാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളാണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുന്നത് ഫ്രണ്ടിൽ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. എലൈൻ കുർത്തിയാണ് തയ്ക്കുന്നത്. ബാക്ക് നെക്ക് ലെന്ത് നമ്മൾ 1/2 ഇഞ്ച് എടുക്കുക. ഷർട്ട് കോളർ കുർത്തി ആയതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് നെക്ക് ലെന്ത് എടുക്കണം. നെക്ക് ലെന്ത് എടുത്ത് വരയ്ക്കുക. 1/2 ഇഞ്ച് എടുത്താൽ മതിയാകും. കട്ട് ചെയ്യുക.
ഫ്രണ്ട് നെക്ക് ലെന്ത് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എടുത്ത് കട്ട് ചെയ്തു. ആം ഹോളും കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ്, അത് കട്ട് ചെയ്യുവാണ്. രണ്ട് ഭാഗമാക്കുക. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ആം ഹോൾ റൗണ്ട് 9 ഇഞ്ചാണ്. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. താഴേക്ക് 1/2 ഇഞ്ച് കൊടുക്കുക. മേൽഭാഗം 1/4 ഇഞ്ച് കൊടുക്കുക. ലെന്ത് 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് താഴേക്ക് 7.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും എടുക്കണം. ആ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കണം. ഇതെല്ലാം എൻ്റെ ബോഡിയുടെ അളവാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കണം. ഓക്കെ. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ബോഡിയിൽ ആം ഹോളിൽ കുഴിച്ച് വെട്ടിയതുപോലെ സ്ലീവിലും ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. ഒരുപോലെ വച്ച് കുഴിച്ച് വെട്ടണം. ഓപ്പൺ കുർത്തിയുടെ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ 2 ഇഞ്ച് പടി വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. പടി വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് അകത്തോട്ട് ഫുള്ളായിട്ട് മടക്കി തയ്ക്കുക. ഒന്ന് പതിച്ച് കൊടുത്തിട്ട് അകത്തോട്ട് ഫുള്ളാക്കി മടക്കി തയ്ക്കണം. കുർത്തി വേറെ മറ്റൊരു ഭാഗം എടുത്തിട്ട് 3 ഇഞ്ചിൽ പടി വയ്ക്കുക. അത് നമ്മൾ 1 ഇഞ്ച് ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ആ തുണി വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ മടക്കി തയ്ക്കണം. അതും പതിച്ച് അടിക്കണം. പതിച്ചടിച്ചിട്ട് 1/2 ഇഞ്ചല്ല, കുറച്ച് ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ അടിക്കുക. കണ്ടോ? അങ്ങനെ പിന്നീട് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം.
ഇതേപോലെ തച്ചെടുക്കണം. എന്നിട്ട് ഷർട്ട് കോളറിൻ്റെ അളവെടുക്കണം. നെക്കിൻ്റെ വലിച്ചു പിടിക്കരുത്, പതുക്കനെ അളന്നെടുക്കണം. ഞാനിപ്പോൾ അളക്കുമ്പോൾ എനിക്ക് 15.5 കിട്ടും. 15 കിട്ടും. അതിൻ്റെ പകുതി 7.5. ക്യാൻവാസിലാണ് ഞാൻ കോളർ എടുക്കുന്നത്. ക്യാൻവാസ് എടുത്തിട്ട് നാല് ഇഞ്ച് വിട്ടും ഒരു 8-9 ഇഞ്ച് ലെങ്തിൽ എടുക്കുക. താഴെ നമ്മൾ 8 ഇഞ്ച് വേണം എടുക്കേണ്ടത്. എന്നിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് കോണായിട്ടൊന്ന് വരയ്ക്കുക. ആ 8 ഇഞ്ചിലേക്ക് വരയ്ക്കുക. കോണായിട്ട് വരയ്ക്കുക. സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് താഴെ നിന്ന് 1/2 ഇഞ്ച് മുകളിലോട്ട് വരയ്ക്കുക. അതിൻ്റെ 8 ഇഞ്ചിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. മിഡിൽ അടയാളപ്പെടുത്തുക. അതും ഈ 1/2 ഇഞ്ച് പോയിൻറ്റും കൂടെ ഷേപ്പ് വളച്ച് എടുക്കുക. കർവ് പോലെ വരച്ചെടുക്കുക. കോളർ 7.5 ഇഞ്ച് താഴെ നമുക്ക് 7.5 ഇഞ്ച് കിട്ടണം. അളന്ന് നോക്കുമ്പോൾ 7.5 ഇഞ്ച് കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ട് ഷർട്ട് കോളർ റെഡിയായി. ഇതൊരു തുണിയിലേക്ക് ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്ത് എടുക്കണം. എന്നിട്ട് രണ്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് ചുറ്റിനും തയ്ക്കുക. കോണ് സൈഡിൽ ഒരു നൂല് വെച്ച് കൊടുത്തിട്ട് തച്ചാൽ അതിൻ്റെ ഈ മുനമ്പ് ഭാഗം കൂർത്തായിട്ട് കിട്ടും. കോളർ തിരിച്ചിടുക. ഉണ്ടോ? നൂല് വലിക്കുമ്പോൾ അത് കൂർപ്പായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ അടിപൊളിയായിട്ട് ഷർട്ട് കോളർ ശരിയായി. ഇതിനി തുണിയിലേക്ക് നമുക്ക് തച്ചെടുക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ അയൺ ചെയ്യാം. പുറത്തോട്ട് അയൺ ചെയ്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു സ്റ്റിച്ച് ഇടുക. തുണിയിൽ അറ്റാച്ച് ചെയ്യുക. നല്ല അയൺ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. തുണിയിലേക്ക് കോളർ വെച്ച് കൊടുക്കുക, അറ്റാച്ച് ചെയ്യുക. ആദ്യമേ ഒരു പിൻ വെച്ച് അതിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ ഷർട്ട് കോളർ റെഡിയായി. ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ ഒരു പാൻറ് എടുത്തിട്ടുണ്ട്, ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ഷർട്ട് കോളറിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. മടക്കി 2 ഇഞ്ചിൻ്റെത് മടക്കി അത് തയ്ക്കണം. ചുളിവുകളൊന്നും വരാതെ നല്ല നീറ്റായിട്ട് തച്ചെടുക്കണം. എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുക.
അതിൻ്റെ പുറത്തും ഒരു സ്റ്റിച്ച് ഇടണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ചുളിവുകളൊന്നുമില്ലാതെ നല്ല രീതിക്ക് എടുക്കുക. ഇതെല്ലാം കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?